നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം കരിയർ കൺഫ്യൂഷൻ, മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പേരൻസിൻ്റെ സ്വപ്നങ്ങളും കുട്ടികളുടെ ആഗ്രഹങ്ങളും ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുപ്രഭാതം. എൻ്റെ പേര് സജീവ്. ഞാനൊരു സർട്ടിഫൈഡ് കരിയർ അനലിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ്, കരിയർ ആർക്കിടെക്റ്റാണ്. കരിയർ എഡ്യൂമേറ്റ് എന്നാണ് ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേര്. തൃപ്പൂണിത്തുറയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പോകേണ്ട ഒരു കരിയർ പാത തിരഞ്ഞെടുത്ത് നൽകുക. ഏറ്റവും ആധുനികമായ സയൻസ് ഉപയോഗിച്ചുകൊണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള സൈക്കോമെട്രിക് അസസ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ വോയിസ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സംശയ ദൂരീകരണത്തിനുള്ള വോയിസ് ഇൻ്റഗ്രേറ്റഡ് സംവിധാനമുള്ള ഒരു ഹൈടെക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കുട്ടികളുമായി സംവദിച്ചുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അവരുടെ കരിയർ പാത തിരഞ്ഞെടുത്ത് നൽകി കുട്ടിക്കും പേരൻസിനും ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കരിയർ ആർക്കിടെക്ചർ പ്രോഗ്രാമാണ് കരിയർ എഡ്യൂമേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇവിടെ നമുക്കറിയാം, കരിയർ കൺഫ്യൂഷൻ എന്നത്, പേരൻസിൻ്റെ പ്രതീക്ഷകൾ എന്നത്, കുട്ടികളുടെ സ്വപ്നങ്ങളൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ വിപണിയെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ വലിയൊരു വിഷയമാണ്. സാധാരണയായിട്ട് നമ്മുടെ തൊഴിൽ സംസ്കാരത്തിൽ വന്നിരുന്നത് എഞ്ചിനീയർ, ഡോക്ടർ, അധ്യാപകൻ എന്നിങ്ങനെയുള്ള പരമ്പരാഗത കരിയർ തിരഞ്ഞെടുപ്പുകൾ. അത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മാതാപിതാക്കൾ ഇപ്പോഴും ഇത് തന്നെയാണ് പല മാതാപിതാക്കളുടെയും ഒരു ചോയ്സ് എന്നുള്ളത് തന്നെ. കാരണം സമൂഹത്തിൽ മാന്യതയുള്ള കരിയറുകളായി ഗണിക്കപ്പെടുന്ന കരിയറുകൾ തന്നെയാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാലും അതുണ്ട്. നമ്മൾ കുട്ടികളുടെ ഒരു കരിയർ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, അടുത്തിടെ നമ്മൾ വായിച്ചത് നീറ്റ് പരീക്ഷ 99.9% മാർക്കോടുകൂടി പാസ്സായ ഒരു വിദ്യാർത്ഥി മെഡിസിന് പോകാൻ താല്പര്യം ഇല്ലാതെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ ഈ അടുത്ത ദിവസം തന്നെ, വളരെ അടുത്ത ദിവസം വന്നൊരു വാർത്ത എന്ന് പറയുന്നത്, നീറ്റ് പരീക്ഷ എഴുതാൻ നിർബന്ധിച്ച്, ഡോക്ടറാകാൻ നിർബന്ധിച്ച അച്ഛനെ ഒരു ഗതിയുമില്ലാതെ ആ മകൻ അച്ഛനെ കൊത്തി നുറുക്കി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി പല വഴിക്ക് കൊണ്ട് കളഞ്ഞ കാര്യമായിരുന്നു. അപ്പോൾ അത്രയും മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ JEE പരീക്ഷ കഴിഞ്ഞിട്ട് അതിന് പഠിച്ചിട്ട് അതിന് എഞ്ചിനീയറിംഗിന് ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മളിത് നെഗറ്റീവ് പറയല്ല, പലപ്പോഴും കുട്ടികളെ തിരിച്ചറിയാതെ മാതാപിതാക്കൾ അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് ചെയ്യാൻ കഴിയാത്ത പ്രോഗ്രാംസ് അവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികളെ അറിയുകയും കുട്ടികളെ മനസ്സിലാക്കുകയും അവർക്ക് ഏറ്റവും യോജിച്ച കരിയറുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു കൊടുക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട് പഠിക്കും, കഷ്ടപ്പെട്ട് പഠിക്കാതെ. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമുക്ക് അധിക നേരം തുടരാനോ അല്ലെങ്കിൽ നമുക്കൊരു ബേൺ ഔട്ട് കൂടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് കുട്ടികൾക്ക് അത് സ്ട്രെസ്സ്, ആങ്സൈറ്റി, ടെൻഷൻ മുതലായ കാര്യങ്ങൾക്കെല്ലാം ഒരു ഇടയാക്കുന്ന സംഗതിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുട്ടി എന്താണോ ആഗ്രഹിക്കുന്ന അനവധി തൊഴിൽ മേഖലകൾ ഇന്നുണ്ട്, സാധിക്കുന്ന മേഖലകളുണ്ട് വളരെ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത്, ഒന്ന്, ജനറേഷൻ ഗ്യാപ്പ്. കുട്ടികളും പേരൻസ് തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഒരു വിഷയമാണ്. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെ മനസ്സിൽ കുട്ടിക്ക് എപ്പോഴും ഒരു സുരക്ഷിതത്വം, ഒരു ഫീലിംഗ് കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ പാഷൻ എന്നതിൽ, കുട്ടിയുടെ പാഷൻ എന്ന് നോക്കുമ്പോൾ അവിടെ സുരക്ഷിതത്വം എന്ന കാര്യത്തിന് കൂടുതൽ കാഴ്ചപ്പാട് കൊടുക്കുകയും അതിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങളുടെ അഭാവം. ഒരു കോഴ്സിനെ കുറിച്ചോ പ്രോഗ്രാമിനെ കുറിച്ചോ കൃത്യമായി അന്വേഷിച്ച് അറിയാതെ ആ പ്രോഗ്രാമിലേക്ക് കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ പ്രശ്നങ്ങളാണ്.
മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ തൊഴിൽ വിപണി എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കോവിഡ് കാലത്തിന് ശേഷം പ്രത്യേകിച്ച് ഒരുപാട് പുതിയ തൊഴിലുകൾ വന്നിട്ടുണ്ട്. പുതിയ കരിയർ ഫീൽഡുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ മാനേജർ, കണ്ടൻറ് ക്രിയേറ്റർ, SEO സ്പെഷ്യലിസ്റ്റ് എന്ന ഇത്, അതുപോലെ ഡാറ്റ സയൻസ്, ബിഗ് ഡാറ്റ അനലിസ്റ്റ്, AI ഓർ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ തുടങ്ങിയ സംഗതികൾ, കൊമേഴ്സ്, ഓൺലൈൻ ബിസിനസ്, ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങിയവ, ഫ്രീലാൻസിങ്, ഗ്രാഫിക് ഡിസൈൻ, റൈറ്റിംഗ്, പ്രോഗ്രാമിംഗ് തുടങ്ങിയവ, അതുപോലെ യൂട്യൂബർ, ഇൻഫ്ലുവൻസർ, കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങിയവ, അതുപോലെ നമ്മുടെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ തുടങ്ങിയ സംഗതിയല്ല. ശരിക്കും കാലം നമ്മൾ ലോകം ആരംഭിച്ച മുതൽ വാസ്കോഡഗാമ തന്നെ സത്യത്തിൽ നമുക്ക് എടുക്കാം. നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ചെയ്തിരുന്നതാണ്. അന്നത്തെ കാലത്ത് ഇത് മൂവ്മെൻ്റ് ഒന്നും അറിയാൻ പറ്റില്ലായിരുന്നു. എവിടെയോ പോയി അദ്ദേഹം കയറി ഇവിടെ വന്നതാണെന്നുള്ള നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം, ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആവശ്യമുള്ളൊരു കരിയറാണ്. അപ്പോൾ അത് അങ്ങനെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് 65% കുട്ടികൾ പഠിക്കുന്നത് ഭാവിയിൽ ഇപ്പോൾ നിലവിലില്ലാത്ത ജോലികൾ ആണ് എന്നുള്ളതാണ് ഇപ്പോഴേ പറയാം. അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് വർക്ക് എന്ന് പറയുന്നത് 300% വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ ഗിഗ് എക്കണോമി 40% വളർച്ച കാണിക്കുന്നു. ഇപ്പോൾ ഗിഗ് എക്കണോമിയെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം, എന്താണ് ഗിഗ് എക്കണോമി എന്നുള്ള സംഗതിയൊക്കെ. കാരണം ഇന്ന് പഴയ പോലെയുള്ള ഒരു തൊഴിൽ സംസ്കാരമല്ല, ഒരു സ്ഥലത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംസ്കാരമല്ല. ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ പല സംഗതികളും ചെയ്യുന്നവരുണ്ട്, പല ജോലികളും ചെയ്യുന്നവരുണ്ട്. നമുക്കിപ്പോൾ ഗിഗ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പീരീഡുകളിലേക്ക് വരുന്ന ആ തൊഴിലവസരങ്ങളിലേക്ക് ആളുകളെ എടുക്കുകയും ഒരു കോൺട്രാക്റ്റ് പോലെ എടുക്കുകയും ആ തൊഴിൽ തീർന്ന സമയത്ത് അവർക്ക് മറ്റു തൊഴിലുകളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. അത് 40% ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭാവിയിലെ തൊഴിലുകളെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഈ മാതാപിതാക്കളുടെ ആശങ്കകൾ മനസ്സിലാക്കുക. എന്തൊക്കെ മാതാപിതാക്കൾ വെറുതെ അവർ ആശങ്കപ്പെടുന്ന അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് തങ്ങളുടെ കാലത്തെ അനുഭവങ്ങൾ മാത്രമേ അറിയാവുള്ളൂ. മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ഭയങ്ങളിലൊന്ന് സാമ്പത്തിക സുരക്ഷയാണ്. ഈ ജോലി കിട്ടുമോ, ശമ്പളം എത്രയുണ്ടാകും, അതുപോലെ സാമൂഹികമായ അംഗീകാരം, ആളുകൾ എന്തു പറയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ കുട്ടി ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പഠിച്ചാൽ, എൻജിനീയറിംഗ് പഠിക്കാതെ ഇത് പഠിച്ചാൽ മറ്റാളുകൾ എന്തു പറയും. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. പിന്നെ ഭാവി അനിശ്ചിതത്വം, ഈ ഫീൽഡിൽ കുറേ നാൾ നിലനിൽക്കുമോ എന്ന ചിന്ത. പിന്നെ വിദ്യാഭ്യാസ നിക്ഷേപം, ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇത് പഠിക്കണോ എന്ന ചിന്ത. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ അവരുടെ കാലത്ത് ജോലി സുരക്ഷിതത്വം കൂടുതലായിരുന്നു. ഒരു കോഴ്സ് പഠിച്ചാൽ ഒരു ജോലിയിൽ കയറിയാൽ ജീവിതാവസാനം വരെ ആ ജോലി ചെയ്യാമായിരുന്നു, പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ പുതിയ ഫീൽഡുകൾ വരുമ്പോൾ പ്രശ്നമാണ്. പുതിയ ഫീൽഡുകളെക്കുറിച്ചുള്ള വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന നെഗറ്റീവ് വാർത്തകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിലും മറ്റു രീതിയിലും വരുന്ന നെഗറ്റീവ് വാർത്തകൾ കൊണ്ടുമൊക്കെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു ചിന്തകളിലേക്ക് കടന്നു പോകുന്നു. കുറ്റം പറയാൻ പറ്റില്ല. ഇനി അടുത്തത് കുട്ടികളുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ കുട്ടികളുടെ എന്ന് പറയുന്ന തലമുറയുടെ ആഗ്രഹങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പണ്ട് കാലത്തുള്ള കുട്ടികളുടെ ആഗ്രഹങ്ങളല്ല ഇന്നത്തെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് വേണം. ജീവിതത്തിൽ ആനന്ദത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കണം, സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 5 ദിവസം ജോലി ചെയ്താൽ 2 ദിവസം അടിച്ചു പൊളിക്കണം എന്ന ചിന്തയാണ്. കുറ്റം പറയാൻ പറ്റത്തില്ല. അതുപോലെ ക്രിയേറ്റിവിറ്റി, സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാനുള്ള അവസരം വേണം എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇഷ്ടപ്പെടുന്നു. എവിടെയൊന്നും വർക്ക് ചെയ്യാം. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആവാം, ഓഫീസിൽ പോയി വർക്ക് ചെയ്യാം, ഹൈബ്രിഡ് ആവാം, ഹോമും അതുപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യാം. അതുപോലെ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഓൺടർപ്രണർഷിപ്പ്, സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം, സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് കണ്ടെത്തണം എന്ന് ചിന്തിക്കുന്ന കുട്ടികളുടെ എണ്ണവും വളരെ കൂടുതലാണ്. പക്ഷേ വെല്ലുവിളികൾ എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര റിസർച്ച് ചെയ്യാതെ തീരുമാനങ്ങൾ എടുക്കൽ, അതുപോലെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, റിയലിസ്റ്റിക് പ്ലാനിങ്ങിൻ്റെ അഭാവം ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. പലപ്പോഴും എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ കൃത്യമായ ഒരു റിസർച്ച് ചെയ്യാതെ ഒരു പ്രോഗ്രസ്, ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി ഇല്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ, ഒത്തിരി കുട്ടികൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവരോട് മനസ്സ് തുറക്കുക എന്നുള്ളതാണ്.
പുതിയ കരിയർ ഓപ്ഷനുകളെക്കുറിച്ച് പഠിക്കുക, ആ ഫീൽഡിലെ വിജയകരമായ ആളുകളുമായി സംസാരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കുട്ടി വന്നത്, അയാൾ സംസാരിച്ചത് അയാൾ പഠിക്കുന്നൊരു മേഖലയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ ആ പ്രവർത്തന മേഖലയുമായി ബന്ധമില്ലാത്ത വളരെയധികം പഠിച്ച ഒരാളോട് പോയി ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു അത് റിസ്ക്കാണ്, അത് ചെയ്യണ്ട എന്ന് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന കുട്ടി, കൗൺസിലിങ്ങിന് വന്ന കുട്ടി, കരിയർ കൗൺസിലിംഗ് വന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഇന്നൊരാളെ പോയി കാണും, അയാൾ ആ മേഖലയിൽ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായി എന്തൊക്കെ കാര്യങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് പുള്ളിക്ക് ക്ലിയറായി. ഇനി അടുത്തത് കുട്ടികളുടെ താല്പര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക. കുട്ടിയുടെ പാഷനും അതുപോലെ അവരുടെ ശക്തമായ വശങ്ങളും ഏത് എന്ന് തിരിച്ചറിയുക. അതിനാണ് നമ്മൾ ഈ സൈക്കോമെട്രിക് അസസ്മെൻറ്റ്, സയൻറ്റിഫിക് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു സയൻറ്റിഫിക് അസസ്മെൻറ്റിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി കുട്ടിയുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്താം. അതുപോലെ അവരുടെ ശക്തമായ വശങ്ങൾ കണ്ടെത്താം. അവരുടെ ശക്തമല്ലാത്ത വശങ്ങളും നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കണ്ടെത്തിക്കൊണ്ട് ആ നെഗറ്റീവ് അല്ലെങ്കിൽ ആ സ്ട്രോങ് കുറവുള്ള ഭാഗത്ത് അവിടെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി കുട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടത് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളത്. നിർബന്ധിച്ച് ഒരു കാര്യവും ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുമ്പോൾ, പഠിക്കാൻ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പോലെ പ്രശ്നങ്ങളുണ്ടാവും. കൈമുറിക്കുക, ആത്മഹത്യക്ക് ശ്രമിക്കുക, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ ചാടി ശ്രമിക്കുക, അച്ഛനെ കുത്തി പോലെ അരിയുക, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് നമ്മുടെ ജീവിതാവസാനം വരെ നിങ്ങളോട് പറയും നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ആ കോഴ്സ് എടുത്തത്, എൻ്റെ ഇഷ്ടത്തിനല്ല എടുത്തത് എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി, ആ കുട്ടി ഒരു അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ കുട്ടി +2 ചൂസ് ചെയ്തത്. +2 ആ കുട്ടി പഠിച്ചത് VHSC ആണ്. അവിടെ നിന്ന് ആ കുട്ടിക്ക് അടുത്ത കോഴ്സ് എടുത്തു കൊടുത്തതും ആ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു ഒരു വിഷയം എടുത്തത്. അത് കഴിഞ്ഞ് അതിനുശേഷം ആ അമ്മയുടെ നിർബന്ധത്തിന് മാത്രം വഴങ്ങി ആ കുട്ടി മൂന്നാമതൊരു വിഷയം ഇപ്പോൾ പഠിക്കുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഭാഗ്യവശാൽ ഈ 3 സെലക്ഷൻസും നല്ല സെലക്ഷനാണ്. അവിടെ വേണ്ടത് ഇനിയുള്ള കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ആയിരുന്നു. അപ്പോൾ ഈ മോൻ്റെ മനസ്സിലുള്ളത് അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചു എന്നുള്ള ചിന്തയിലായിരുന്നു മോനുണ്ടായിരുന്നത്. പക്ഷെ മോനോട് പറഞ്ഞു അത് അമ്മ പറഞ്ഞുകൊണ്ട് പഠിച്ചത് നല്ല മാർഗമാണ്, നല്ലൊരു വഴി തന്നെയാണ്. നിനക്ക് ജീവിതത്തിൽ സ്വന്തമായ ഒരു ബിസിനസ്സിലൂടെ നിനക്ക് ഉയർന്നു വരാനുള്ള ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ, ഏറ്റവും ആധുനികമായ ഒരു തൊഴിൽ വിപണിയിലേക്ക് അല്ലെങ്കിൽ ഒരു ശ്രേണിയിലേക്ക് നിനക്ക് പോകാൻ പറ്റുന്നതാണ് ഈ അമ്മ പറഞ്ഞു തന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു തന്നത് കറക്റ്റായ വഴിയാണ്, ആ വഴി മുന്നോട്ട് പോവുക. മാറ്റിപ്പിടിക്കണമെങ്കിൽ പിന്നീട് മാറ്റിപ്പിടിക്കാം. ഇപ്പോൾ ആ ഒരു കോഴ്സ് പ്രോഗ്രാം ഫിനിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുമ്പോൾ, നമ്മൾ നിർബന്ധിക്കാതെ കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ, കൃത്യമായ കരിയർ പാത തിരഞ്ഞെടുത്ത് നൽകുമ്പോൾ അവർക്ക് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ള സൂചനകൾ എന്താണെന്ന് വെച്ചാൽ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ എന്താണ്, താല്പര്യങ്ങൾ എന്താണ്, മൂല്യങ്ങൾ എന്താണെന്ന് ഉള്ളത് തിരിച്ചറിയുക. കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ എടുക്കുക, അത് മസ്റ്റാണ്. അത് എടുക്കുന്നതോട് നമുക്ക് അത് സത്യത്തിലൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ പല കുട്ടികളും റോങ് കരിയർ ചോയ്സിലൂടെ കടന്നു പോകും. അവിടെ വരുന്നത് ഒത്തിരി സമയം നഷ്ടപ്പെടും, പണം നഷ്ടപ്പെടും, അതുപോലെ തന്നെ നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാകും, ബേൺഔട്ട് ഉണ്ടാകും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ വർഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസാണ്. അവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു സയൻറ്റിഫിക് അസസ്മെൻറ്റ് എടുത്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ജോബ് മാർക്കറ്റ് ട്രെൻഡുകൾ നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കണം. എന്തൊക്കെയാണ് പുതിയ ട്രെൻഡുകൾ വരുന്നത്, ആ ട്രെൻഡിനനുസരിച്ച് നമുക്ക് മാറാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു മെൻറ്ററെ നമ്മൾ കണ്ടെത്തണം. മെൻറ്ററെ കണ്ടെത്താൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ മേഖലയിൽ മിടുക്കരായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന തൊഴിൽ മേഖലയിലെ മിടുക്കനായ ഒരു വ്യക്തിയെ, സക്സസ്ഫുള്ളായ ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ മെൻറ്റർ. തോറ്റുപോയവരുടെ അടുത്ത് നമ്മൾ ചെന്നാൽ, തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ചെന്നാൽ ഒരിക്കലും നമുക്ക് വിജയം നേടാൻ സാധിക്കില്ല. തോറ്റുപോയവർ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് ഉയർന്നു വന്നെങ്കിൽ, അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ആളുകളെ നമ്മൾ തേടി കണ്ടെത്തി നമ്മൾ അവരുടെ മെൻറ്റർഷിപ്പാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് ഉയർന്ന തലങ്ങളിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ആവശ്യമാണ്. അവിടെ സെലക്ഷൻ വളരെ പ്രധാനമാണ്.
ഇനി സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓൺലൈൻ കോഴ്സുകൾ എടുക്കുക, പ്രാക്ടിക്കൽ പ്രോജക്ട്സ് ചെയ്യുക, അതുപോലെ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലെ, ലീഡർഷിപ്പ് സ്കില്ല് പോലെ, അഡാപ്റ്റബിലിറ്റി ഒക്കെ, അങ്ങനത്തെ സ്കിൽസൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക, അത് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യുക, അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ തന്നെയാണെങ്കിലും കരിയറുകളെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടത്തണം. അതുപോലെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ, കുട്ടികൾ വീട്ടിലുള്ള ഓരോരുത്തരുടെയും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ കേൾക്കുകയും വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കരിയർ കൗൺസിലിംഗ് എന്നത് വളരെ ഇവിടെ പ്രധാനപ്പെട്ട വരുന്നത്, ഒരു പ്രൊഫഷണലായിട്ടുള്ള കരിയർ കൗൺസിലറുടെ സഹായം തേടുമ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്ത് ശാസ്ത്രീയമായി നമ്മൾ ആ വിഷയത്തെ സമീപിക്കുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടൂൾസുണ്ട്. അതിൻ്റെ ടൂൾസ് അസസ്മെൻ്റ് എടുക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ കൊടുക്കുന്ന നമ്മുടെ കരിയർ ലൈബ്രറി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമുക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെയാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കരിയർ റെഡിമെയ്ഡിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കും കുട്ടിക്ക്. അപ്പോൾ ആ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മളതൊരു പൈസ ചിലവാകുന്നു, ചെറിയ പൈസ ആദ്യം ചിലവാകുന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിലും വലിയ റിട്ടേൺ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് വരുന്നത്, നമുക്ക് 2 പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആശയവിനിമയം, മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ കൂടുതൽ സംവാദം വേണം, വിവരശേഖരണം വേണം, കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. അതുപോലെ സാമർഥ്യം, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടരുക എന്നുള്ളതാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് കരിയർ എന്നത് ഒരു മാരത്തണാണ്, സ്പ്രിൻ്റല്ല. തെറ്റുകൾ ചെയ്യാം, പക്ഷെ അതിൽ നിന്ന് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ കരിയർ കൺഫ്യൂഷൻ സ്റ്റോറികൾ കമൻറ്റിൽ പങ്കുവയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കും സ്കിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ എന്നതിനെക്കുറിച്ച്. ഓക്കെ.